ബാച്ചിലേഴ്സ്, ബിഗിനേഴ്സ്, മടിയന്മാർ, മടിച്ചുകൾ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ഒരൊറ്റ പാനിൽ നിമിഷ നേരം കൊണ്ട് ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പി തരട്ടെ. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ കാണുന്ന സ്പൈസസും ചേർത്ത് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മീഡിയം 2 സവോള സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു തവി വെച്ച് ഇതുപോലെ ഇളക്കി വഴറ്റി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കുറച്ച് തൈരും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി വഴറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ 2 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഈ അരി മസാലയിലേക്ക് ഇതുപോലെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരി വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എടുത്ത ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചൊരു 10 മിനിറ്റ് തിളപ്പിച്ച് അരി ഇതുപോലെ നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഓരോ മുട്ടകളായി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആകെ 4 മുട്ടയാണ് എടുത്തത്. അതിൽ 2 മുട്ട പൊട്ടിച്ച് ഇതുപോലെ മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തത്. അതാകുമ്പോൾ പിന്നെ വെന്ത് കഴിഞ്ഞ് പീസസായി മുറിച്ച് കഴിക്കാമല്ലോ. ഈ മുട്ടയ്ക്കുള്ള അടിയും കുറയും. മുട്ട പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കാതെ മൂടി വെച്ച് ചെറുതീയിൽ ഒരു 15 മിനിറ്റ് കൂടെ വെക്കണം. ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ മുട്ടയും അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നമ്മുടെ എഗ് റൈസ് റെഡി ആയിട്ടുണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലേക്ക് പറ്റിയ നല്ല അടിപൊളി റൈസ് ആട്ടോ. അപ്പോൾ എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.